ഹായ്ടാ. അപ്പോൾ സൺഡേ ആയിട്ട് ഇന്ന് അമ്മൂസ് കിച്ചൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി നമുക്കുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്, ചിക്കൻ കഴുകി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചുട്ടെടുക്കണം. അപ്പം നമുക്കിതിൽ ഇവിടെ നമ്മുടെ വീട്ടിൽ അടുപ്പില്ല കേട്ടോ. അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ ഈ ഒരു ഗ്രില്ല് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ തേങ്ങ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനാണെങ്കിൽ ചുട്ടരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമ്മളിങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ പപ്പടം ഞങ്ങൾ ഇതിൽ വെച്ച് ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വരും കേട്ടോ. ഗ്രില്ല് വെച്ചിട്ടുണ്ട്, ഒരു വശത്ത് റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മളതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചാൽ മതി. ആ ഗ്രില്ല് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചതച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൽ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ പൊടികളൊന്നും ചേർക്കാതെയാണ് ഈ ചിക്കൻ കറി റെഡിയാക്കുന്നത്. നിങ്ങൾ ആരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. നമ്മളിതാ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിനകത്ത് ഇച്ചിരി എണ്ണ കാണുന്നത് ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് കടുക് താളിച്ചതാണ് കേട്ടോ. ആ കടുക് താളിച്ച് പാത്രത്തിലോട്ട്, വേറൊരു പാത്രം ഇനി ചീത്തയാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മടി പിടിച്ചിട്ട് ചെയ്തതാണേ. ആ പാനിലേക്ക് ആദ്യം നമ്മൾ അരച്ച് വെച്ച കറിക്കുള്ള കടുക് താളിച്ച് ചേർത്തിട്ടാണ് പാൻ വെച്ചിട്ട് നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ എടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ചുട്ടെടുത്ത തേങ്ങയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ചുട്ടെടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒന്ന് ഡ്രൈ ആക്കുകയൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഈ ഒരു കളർ കണ്ടിട്ട് നിങ്ങൾ ഇത് കറുത്തിരിക്കുന്ന ഇതാവണ്ട കേട്ടോ, അത് ചുട്ട തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതും കൂടെ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർത്തതിന് വലിയ എരിവില്ല കേട്ടോ. നമ്മൾ ഈ കുരുമുളക് പൊടിയായിട്ട് പാക്കറ്റിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ കുരുമുളക് വാങ്ങി പൊടിക്കുന്നതാണ് എനിക്കിഷ്ടം, അതിനാണൊരു ടേസ്റ്റ്. അപ്പോൾ അതുകൂടാതെ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം ഈ പൊടികൾ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ അത് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കനകത്ത് നമ്മളൊരു തരി പോലും വെള്ളം ചേർക്കുന്നില്ല, വേറെ ഒന്നും ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമ്മളിത് വഴറ്റുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപ്പ് ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചിയും ആ പേസ്റ്റ് എല്ലാം കൂടെ വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. കണ്ടോ, ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിതായി ഇങ്ങനെ തന്നെ അടച്ച് വെക്കുവാണേ. അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും, ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പം ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിലൊക്കെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നുണ്ടോ. ഈ ഒരു വെള്ളത്തിൽ, ഈ ഒരു ആവിയിൽ തന്നെയാണിത് വെന്ത് വരുന്നത്. വേറെ നമ്മൾ വെള്ളവും ചേർക്കണ്ട, വേറെ പൊടികളൊന്നും ചേർക്കണ്ട. ഇത്രയും ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ലാലേട്ടൻ ഉണ്ടാക്കിയപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചതച്ച മുളക് ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ വറ്റൽ മുളക് ചതച്ചത്, അത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് വറ്റൽമുളക് ഇല്ലായിരുന്നു ചതച്ചത്, അതുകൊണ്ടാണ്. ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി, കറിയൊക്കെ ഉണ്ടാക്കി ചോറ് വയ്ക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഇപ്പോൾ കണ്ടു, ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലൊക്കെ ഇരുന്ന് ഇത് നന്നായിട്ട് വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ച് വെച്ചാൽ മതി. ഒരു മാക്സിമം 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും. നമുക്ക് നല്ല സെറ്റായിട്ട് വരും. നമുക്കറിയാമല്ലോ ഈ ചിക്കൻ വലിയ കഷ്ണമാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും വേവാനായിട്ട്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മളിതിൽ ഒരു തരി പോലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പക്ഷേങ്കിൽ ഇത് നല്ല ഡാർക്ക് കളറായിട്ട് വരും. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് ബീഫൊക്കെ ഫ്രൈ ആക്കി എടുക്കുകയല്ലേ, ആ ഒരു രീതിയിൽ തന്നെ നല്ല ഫ്രൈ ആയിട്ട് വരും. കുറച്ച് നേരം കൂടെ കഴിയുമ്പം ഇത് കുറച്ചും കൂടി നല്ല ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഇച്ചിരി നേരം കൂടെ അടച്ച് വെക്കാം നമുക്ക്. അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ കറിയിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയുമോ, അതുപോലെ നല്ല. ഇതിനകത്ത് മറ്റേ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, നമ്മുടെ ചതച്ച മുളക്,
അത് ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു റെഡ് കളർ വരും കേട്ടോ. ഇതിപ്പം ഞാൻ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഒരുപാട് മെനക്കേടില്ല, ഒരുപാട് എന്താ പറയുക, നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. ഗരം മസാലയൊക്കെ നമ്മളൊരു ഞാനൊരു 1/4 സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. കണ്ടോ, അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്നേ. ഓക്കെ, ചെയ്തിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക, ഇതിങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കിയതെന്നും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ അമ്മൂസ് കിച്ചൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടേസ്റ്റ് ആൻഡ് ടേൽസ് ബൈ അമ്മു.